ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അങ്ങനെ സച്ചി സുധീനെ രക്ഷിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് സുധി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ചന്ദ്രോദയത്തിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലും മനസ്സിലാകെ പേടിയോടുകൂടി ഒരാളിരിക്കേണ്ടത്, അത് വേറെ ഒരാളല്ല, നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി വിചാരിക്കേണ്ടത്, ദൈവമേ സച്ചിയെല്ലാം അറിഞ്ഞിട്ടാണോ സുധീനെ കൊണ്ട് വരുന്നത്, എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലാണ് ശ്രുതി ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, തുള്ളിച്ചാടേണ്ട ആളെന്താ ഒരു സന്തോഷമില്ലാതെ എന്നൊക്കെ നിൽക്കണ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയിട്ടുള്ള ടെൻഷനാണ്, എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കിടക്കാൻ പോവാണ്. എന്നിട്ട് ശ്രുതി അകത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കാൻ, ദൈവമേ സച്ചി സത്യം അറിഞ്ഞിട്ടുണ്ടാവോ, എന്തായാലും സച്ചി ശ്രുതിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സ് നിറഞ്ഞിട്ടൊന്ന് സന്തോഷിക്കാൻ പറ്റണില്ലല്ലോ, എൻ്റെ ടെൻഷൻ എപ്പോഴാണ് ഒന്ന് കഴിയുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശ്രുതി എന്ത് ചെയ്യും, ആൻ്റണീനെ വിളിക്കുകയാണ്. ആൻ്റണി നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയും, ഞങ്ങൾ സുധീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയും, മതി അന്വേഷണമൊക്കെ നിർത്തിയിട്ട് മതിയാക്കിയിട്ട് വീട്ടിൽ പോക്കോ, സച്ചി സുധീനെ രക്ഷിച്ചിട്ട് സുധീനെ കൊണ്ട് വരുന്നുണ്ടാവും, എന്തൊക്കെ സത്യങ്ങൾ അറിഞ്ഞിരിക്കണം ദൈവത്തിനറിയാം, ഇനി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ കണ്ടറിയാം. മനുഷ്യനോട് തലയ്ക്ക് ഭ്രാന്തെടുത്തിട്ട് വയ്യ, നിങ്ങൾ എന്തായാലും വീട്ടിൽ പോക്കോ, ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയോട് വിവരം പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വയ്ക്കുകയാണ്. ശ്രുതി ഫോൺ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സച്ചിയും ശ്രുതിയും കൂടിയിട്ട് വണ്ടിയും കൊണ്ടുവന്ന് ചന്ദ്രോദയത്തിന് മുമ്പിൽ കാറ് നിർത്തി ഇറങ്ങുകയാണ്. സച്ചി ഇറങ്ങിയിട്ട് പറയും, ശ്രുതിയോട് വാടാ ഇറങ്ങി വാ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ശ്രുതി വിചാരിക്കുകയാണ്, ദൈവമേ സച്ചിയെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ, വീട്ടുകാരോടെല്ലാം പറയുമോ, എൻ്റെ ശ്രുതിയുടെ അവസ്ഥ എന്താവും. ശ്രുതി വിചാരിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ശ്രുതിയും ചിന്തിക്കുന്നത്, എന്താവും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് സച്ചിയോട്, ഇതൊക്കെ ചിന്തിച്ചിട്ട് ശ്രുതി ചോദിക്കുകയാണ് സച്ചിയോട്, സച്ചി നമുക്ക് വീട്ടിലേക്ക് കയറണോടെ, ഇന്നത്തെ ഒരു ദിവസം എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നമുക്ക് നാളെ കയറിയാൽ പോരെ, നിൻ്റെ റൂമിൻ്റെ റെൻറ്റും കൂടി ഞാൻ കൊടുക്കാം, നമുക്ക് എവിടെയെങ്കിലും പുറത്ത് റൂം എടുക്കാമെന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം, പിന്നെ പുറത്ത് റൂം എടുക്കാൻ മിണ്ടാതെ പൊക്കൊന്നില്ല, എന്താ നിനക്ക് ഇത്ര മടി ഇങ്ങോട്ട് കയറാൻ, ഇനിയിപ്പോൾ നിന്നെ എന്താ ചെയ്യേണ്ടത്, ഞാൻ അകത്തേക്ക് കയറ്റുന്നത് അത് അച്ഛനെയൊക്കെ വിളിച്ചു കൊടുത്തിട്ട് എല്ലാവരും കൂടി അടിച്ച് അകത്താക്കണം വയ്ക്കുമ്പോൾ വേണ്ട ഞാൻ വന്നോളാം എന്ന് പറയണം. അപ്പോൾ എന്നാ വാ പറയുമ്പോൾ, എവിടേക്കാണ് റൂം എടുക്കാനാ, അല്ല വീട്ടിലേക്ക് പറയും സച്ചി. അങ്ങനെ സച്ചി സുധീനെ കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ട്, കാത്തിരിക്കുകയാണ്. സുധി വരുമ്പോൾ അച്ഛമ്മ ഓടി വന്നിട്ട് പറയും, എൻ്റെ പൊന്നു മോനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നിന്നെ അവരെന്തെങ്കിലും ചെയ്തോടെ ഇരിക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല അച്ഛമ്മേ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നീ ജീവനോടുകൂടി തിരിച്ചു വന്നത്, എൻ്റെ സച്ചിമോൻ കാരണമാണ്, നിനക്ക് അതിൻ്റെ നന്ദി ഉണ്ടാവണം അവനോട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയട്ടെ, ഏട്ടന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട്, നീ എന്ത് പണിയാടാ ചെയ്ത്, നിന്നെ എന്തിനാണ് അവർ തട്ടിക്കൊണ്ടുപോയത്, ആരാടാ അതിൻ്റെ പിന്നിലെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് അച്ഛാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഓടി വന്ന് സുധീനെ കെട്ടിപ്പിടിച്ച് കരയാണ്, ഞങ്ങളാകെ പേടിച്ചു പോയി, ഞങ്ങൾ ഇത്തിരി നേരം കൊണ്ട് എന്തോരം തീ തിന്നു അറിയാം നിനക്ക്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, എന്തൊക്കെ കള്ളത്തരങ്ങൾ എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ ശ്രുതിയും കാണിച്ചാലും ആ വീട്ടുകാർക്ക്, അതായത് അച്ഛനും അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും സച്ചിക്കും എല്ലാവർക്കും ശ്രുതിയോടുള്ള സ്നേഹമാണ് അവിടെ പുറത്ത് പ്രകടമാകണത്. എന്നിട്ട് രവീന്ദ്രൻ സുധീനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ സുധി പറയും, ഇല്ല അച്ഛാ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് സുധിയോട് ചോദിക്കാൻ, ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയി, ഒരു സ്ത്രീയാന്ന് പറഞ്ഞല്ലോ, ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതിക്ക് നല്ല ക്ഷീണമുണ്ട്, ടെൻഷൻ്റെ ആണ് ശ്രുതി ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ, വാ ശ്രുതി നമുക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കാമെന്ന് പറയുമ്പോൾ സച്ചി പറയാം, നിൽക്കണം അവിടെ പോകാൻ വരട്ടെ, നീ വിവരങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി പറയും. അപ്പോൾ ശ്രുതി പറയും, എന്നൊരു ലേഡിയാണ് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ സച്ചി പറയും, അച്ഛൻ്റെ 50 ലക്ഷം ഇല്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി വിചാരിക്കും, ഇവനെല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഇവൻ ഇപ്പോൾ ഇതെല്ലാം പറയും ഉറപ്പാന്നൊക്കെ വിചാരിക്കുമ്പോൾ സച്ചി പറയും, അച്ഛൻ്റെ 50 ലക്ഷം ഇവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തൊരു പെണ്ണില്ലേ, അതുപോലെ ഇവൻ ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചു അത്രേ. ആ പൈസ തിരിച്ചു കൊടുക്കാത്തതിന് ആ പെണ്ണ് കൊട്ടേഷൻ കൊടുത്തതാണ് ഇവനെന്ന് പറയും. അപ്പോൾ സച്ചി വയ്ക്ക്, ഈശ്വര സച്ചി ഇങ്ങനെയാണ് അറിഞ്ഞേക്കുന്നത്, സച്ചിയോട് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ലേഡിയുടെ പേരെന്താണെന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ കിടന്നു പറഞ്ഞിട്ട്, നീലിമയുടെ പേര് പറയാൻ പറ്റില്ലല്ലോ, അത് അനുപമ എന്നാണ് അവളുടെ പേര്, ഞാൻ എൻ്റെ ഫ്രണ്ട് പരിചയപ്പെടുത്തിയിട്ടാണ് അവളേനെ, എൻ്റെ ഫ്രണ്ട് മുഖാന്തരം ഞാൻ അവളുടെ അടുത്ത് പൈസ ചോദിച്ചു, അവൾ തരാമെന്നും പറഞ്ഞു, എന്നിട്ട് എന്നെ കൊണ്ട് പേപ്പറിലൊക്കെ എഴുതിച്ച് അതിൽ എന്നെ കൊണ്ട് സൈൻ മേടിപ്പിച്ച് എൻ്റെ ഒരു ബ്ലാങ്ക് ചെക്ക് മേടിപ്പിച്ചു, എന്നിട്ട് അവൾ പൈസ തന്നൂല. ഇപ്പോൾ ആ ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്ത പേപ്പറും വെച്ചിട്ട് അതിൽ 2 സാക്ഷികൾ ഒപ്പിട്ടുണ്ട്. ഇപ്പോൾ അവളെനിക്ക് പൈസയും തന്നില്ല, ബ്ലാങ്ക് ചെക്കും വെച്ചിട്ട് അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ പറയുന്നത്, അവൾ എനിക്ക് 50 ലക്ഷം രൂപ തന്നത് ഞാൻ തിരിച്ചു തരണം എന്നാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ തരില്ല, ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ദേഷ്യത്തിനാണ് അവളെ കൊട്ടേഷൻ ടീമിന് പൈസ കൊടുത്തിട്ട് എന്നെ തട്ടിക്കൊണ്ട് പോയത് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി അപ്പാപ്പ വായിൽ വരണ കള്ളങ്ങൾ ഇങ്ങനെ തട്ടിവിടണം.
ഇത് കേൾക്കുമ്പോൾ സച്ചി പറയും, അച്ഛാ ഇതൊക്കെ നുണയാ, ഇതിൽ പച്ചക്കള്ളാണ്, ഇത് നുണയാണ്, ഇത് വിശ്വസിക്കരുതെന്നൊക്കെ പറയും. എന്ത് വിശ്വസിക്കേണ്ടെന്ന് ശ്രുതി പറഞ്ഞത് തന്നെ സത്യം പറഞ്ഞിട്ട് ശ്രുതിനെ സപ്പോർട്ട് ചെയ്യാണ്. ഇതിലും കൂടുതൽ എന്താ ശ്രുതി പറയേണ്ടത്? ശ്രുതി പറഞ്ഞത് സത്യമാണ്, ശ്രുതി പറഞ്ഞത് തന്നെയാണ് സത്യം. ശ്രുതി വാ. അപ്പോൾ പറയും, അച്ഛാ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. അച്ഛാ പറയാം, ശരി ഇപ്പോൾ കിടക്കുമെന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അവർ കയറിപ്പോകുമ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അച്ഛാ എന്ന് പറയുകയാണ് സച്ചി. അപ്പോൾ ഇവരൊന്നും മണ്ണില്ല, ഇവരൊക്കെ കൂടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രോദയത്തിൽ അങ്ങനെ അപ്പോൾ ശ്രുതി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ അപ്പോഴും നീലിമേനെ തടഞ്ഞു നിർത്തി നീലിമേൻ്റെ അടുത്ത് പൈസ മേടിച്ചതും അച്ഛൻ്റെ ക്യാഷ് നീലിമ തിരിച്ചു തന്നു എന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ അതിവിദഗ്ധമായിട്ടാണ് ശ്രുതിയും കൂടി മറച്ചു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുണ്ടകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അവൻ ശ്രുതിനെ രക്ഷപ്പെടുത്തിയെന്ന് എങ്ങനെ മാഡത്തിനോട് പറയും? മാഡത്തിനോട് എന്താ പറയുക? മാഡം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് നമ്മളെ കൊല്ലില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗുണ്ടകൾ സംസാരിക്കുകയാണ്. ഗുണ്ടകൾ സംസാരിച്ചിട്ട് അപ്പോൾ അതിലത്തെ ഒരു തലമുതിർന്ന ഒരാൾ പറയും, നിങ്ങളൊരു കാഞ്ചി, നിങ്ങളിതിനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കണം, ഞാൻ കുറച്ച് നുണ പറഞ്ഞോളാം, നുണ പറഞ്ഞിട്ട് നിങ്ങൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ മറ്റവർ പറയും, ആ ശരി എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി അങ്ങനെ അവർ സംസാരിക്കണം. ഈ സമയത്ത് രേവതിയും സച്ചിയും കൂടിയിട്ട് രേവതിനെ റൂമിലേക്ക് വന്നപ്പോൾ സച്ചി രേവതിയും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി പറയണേ, സച്ചിട്ടാ അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ നുണകളില്ലേ, അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളില്ലേ? അപ്പോൾ സച്ചി പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നി, ഇവർ പറയണതേ മുഴുവനും സത്യമല്ല, ഇവർ പറയണത് അപ്പടി പച്ചക്കളാണ്. പിന്നെ എന്താ ഒരു ഇത് വെച്ചാൽ എല്ലാ നാളും കള്ളം ഒളിച്ചു വെക്കലില്ല, ഒരു നാൾ കള്ളം പുറത്ത് വരും രേവതി. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്ന്. അപ്പോൾ നമുക്കറിയാം സച്ചിയേട്ടാ ഇതിന് ഫുൾ പറയുന്നത് മുഴുവനാണ്, ഇതിൽ എന്തോ വേറെ കള്ളത്തരുണ്ട്, എനിക്ക് അങ്ങനെ തോന്നണം എന്നൊക്കെ രേവതി സച്ചിയും കൂടി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തണം. അവരുടെ തീരുമാനം വളരെ കറക്റ്റാണെന്ന് നമുക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞ് നീലിമ വന്ന് നോക്കുമ്പോൾ ശ്രുതിനെ കാണാല്ലേ, ഗുണ്ടകളെല്ലാവരും ഉണ്ട്. അപ്പോൾ നീലിമ ചോദിക്കും ഗുണ്ടകളോട്, ശ്രുതി എവിടെ ചോദിക്കും. അപ്പോൾ ഗുണ്ടകൾ പറയും, ശ്രുതി രക്ഷപ്പെട്ടു എങ്ങനെ ചോദിക്കുമ്പോൾ പറയും, ഒരാൾ വന്നു എന്നല്ല പറയാം, അവർ 5-6 പേര് വന്നു. 5-6 പേര് വന്നിട്ട് ഞങ്ങളേനൊക്കെ അവരുടെ കയ്യിൽ മുഴുവൻ ഗണ്ണുണ്ടായിരുന്നു, അവരെ ഗണ്ണ് കാട്ടിയിട്ട് എൻ്റെ തോക്ക് മേടിച്ചിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് ഞങ്ങളേനെ കുറേ അടിച്ചു. ഇനി ഞങ്ങൾ തടയാൻ നിന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങളുടെ മാഡത്തിനെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ മാഡത്തിന് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല മാഡം, അങ്ങനെ ശ്രുതിനെ അവർ കെട്ടയച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം നീലിമ, രക്ഷപ്പെട്ടല്ലേ അവൻ, എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരാന്ന്, ശ്രുതിയാണ് ഇതിൻ്റെ പിന്നിൽ, ശ്രുതി അയച്ച കൊട്ടേഷൻ ടീമായിരിക്കും ശ്രുതിനെ രക്ഷപ്പെടുത്തുന്നവ, എനിക്ക് ഉറപ്പ്. അവൾ ബുദ്ധിയുള്ളവളാണ്, അവൾ ബുദ്ധിക്ക് കളിക്കുന്ന എനിക്കറിയായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തത് മുഖാന്തരം നമ്മുടെ ലൊക്കേഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അവൾ ബുദ്ധിയുള്ളവളാണെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. ഇതുകൊണ്ടൊന്നും ശ്രുതി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ അവനെ എൻ്റെ 50 ലക്ഷം അവൻ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്ഥലം മേടിക്കാൻ കഴിയാതെ പോയി, എൻ്റെ 50 ലക്ഷം അവൻ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 50 ലക്ഷം ശ്രുതിയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ ഈ നീലിമയ്ക്ക് അറിയാം. നീലിമ അത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കും. ഇനി എൻ്റെ ശ്രമം മുഴുവൻ അതിനുള്ളതാണ്. ഇനി എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് ആ 50 ലക്ഷം ഞാൻ തിരിച്ചു മേടിച്ചിട്ട് ഞാൻ കാനഡയ്ക്ക് തിരിച്ചു പോകും, അത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് നീലിമ അങ്ങനെ അവളെ ശബ്ദമെടുത്തിട്ട് അതിനുള്ള വഴി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നറിയാം. അപ്പോൾ നീലിമ പുതിയ കുരുക്കിലേക്ക് ശ്രുതിനെ തള്ളിയിടാനുള്ള പരിപാടിയിലാണ് പോണത്. അങ്ങനെ നീലിമയുടെ രോക്ഷത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീണ്ടും എന്നത്തെ പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാരോട് പറയാം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ കഥ കേട്ടിട്ട് അതിലെന്താ പോരായ്മകൾ എന്താ വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എന്നോട് പറഞ്ഞു തരണേ. കാരണം ഞാനൊരു സാധാ വീട്ടമ്മയാണ്, എനിക്കങ്ങനെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാനൊരു ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. എനിക്കിപ്പോൾ 945 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, എനിക്ക് 1K ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട് എനിക്ക് വീണ്ടും തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.